ഇന്ന് നമ്മളുടെ ഈ ഒരു പരിപാടിയിൽ എനിക്ക് ഉടനീളം നിൽക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ നമ്മളുടെ മെമ്പർ, തൊട്ടടുത്ത മെമ്പർ, ഇവരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. പരിപാടി ഒരു 7:30 ആകുമ്പോൾ തുടങ്ങി നമ്മൾക്ക് എനിക്ക് പെട്ടെന്ന് പോകാമെന്നായിരുന്നു കരുതിയിരുന്നത്. അതുകൊണ്ട് പക്ഷേ നമ്മളുടെ ഉദ്ഘാടകൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇന്ന് 10:30 ട്രെയിനിലാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ സ്കൂളാണ് ഞാനിന്ന് പോകുന്നത് തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷം നമ്മളുടെ കുട്ടികൾക്ക് UID കഴിഞ്ഞ വർഷമല്ല, ഈ വർഷ ആരംഭത്തിൽ, അതായത് സ്കൂൾ ചേർന്ന് 6ാം പ്രവൃത്തി ദിനത്തിൽ UID ഉള്ള കുട്ടികളെ മാത്രമാണ് ഈ പ്രാവശ്യം നമ്മൾക്ക് പരിഗണിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഈ 3 പോസ്റ്റിന് പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എല്ലാ സംഘടനാ തലങ്ങളിലൊക്കെ നടന്നിട്ട്, എല്ലാ രീതിയിലുള്ള ഫോളോ അപ്പ് നടന്നിട്ട് നാളെ അതിൻ്റെ വെരിഫിക്കേഷനാണ്. നമ്മളുടെ കുട്ടികൾക്ക് UID ഉണ്ട്, കുട്ടികളും ഉണ്ട്. പക്ഷേ ആ കുട്ടികളെ കണക്കിലെടുക്കാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. EID കുട്ടി എൻറോൾമെൻറ്റ് നമ്പർ പറ്റില്ല, UID നമ്പർ തന്നെ വേണം എന്ന്. കാരണം സാധാരണ എല്ലാ വർഷവും ജൂലൈ 15-നുള്ളിൽ, അല്ലെങ്കിൽ ആ വർഷം നമ്മളൊരു സാക്ഷ്യപത്രം അല്ലെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മതിയായിരുന്നു ഈ കുട്ടിയൊക്കെ സ്കൂളിൽ പഠിക്കുന്നു എന്ന്. പക്ഷെ അതില്ലാത്ത രീതിയിൽ ഈ പ്രാവശ്യം പുതിയൊരു ഓർഡർ വന്നു. UID ഉള്ള കുട്ടികളെ മാത്രം സ്ട്രെങ്ത്തിന് പരിഗണിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് നമുക്ക് 3 ഡിവിഷനെയാണ് ബാധിച്ചിരിക്കുന്നത്. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും 1ാം ക്ലാസ്സിൽ ചേർത്താനുള്ള എല്ലാവരും തന്നെ കുട്ടികൾക്ക് ആധാർ എടുക്കുക. ആധാർ എടുത്ത ശേഷം ചേർത്ത്, അതും നമ്മുടെ ഈ സ്കൂളിൽ തന്നെ ചേർത്ത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും കണ്ടാൽ അറിയാം. അപ്പം ഈ ഒരു പരിശ്രമം നമ്മളുടെ നാടിന് വേണ്ടിയാണ്, മറ്റൊരു ലാഭവും ഇല്ല. അധ്യാപകരുണ്ട്, അധ്യാപകർ പഠിപ്പിക്കുന്നു. ഈ നാട്ടിലെ മക്കൾക്ക് വേണ്ടിയാണ് സ്കൂൾ എന്നത് ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യാർത്ഥാണ് നമ്മൾ പ്രീ പ്രൈമറി ഈ പ്രാവശ്യം ആരംഭിച്ചിരിക്കുന്നത്. പ്രീ പ്രൈമറിയിലേക്കും അതേപോലെ 1ാം ക്ലാസ്സിലേക്കും നിങ്ങൾ കുട്ടികളെ ചേർത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നിർബന്ധമായിട്ട് എല്ലാവരും നിങ്ങൾ അങ്ങനെ അറിയുന്ന ആൾക്കാരോടൊക്കെ പറയാം. എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളോട് പറയുകയും ചെയ്യാം. നിങ്ങൾക്ക് കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ ചേർത്തിയിട്ട് വല്ല പ്രശ്നവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം അതാത് സമയങ്ങളിൽ തന്നെ ഞങ്ങളോട് അറിയിക്കുകയും ക്ലാസ് ടീച്ചേഴ്സിനോടും അതേപോലെ സ്റ്റാഫ് സെക്രട്ടറി ഉണ്ട്, മറ്റധ്യാപകരുണ്ട്, മുതിർന്ന അധ്യാപകരുണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, PT ഉണ്ട്, ശക്തമായ ഒരു PT ഉണ്ട്. ഇതിലെവിടെയും നിങ്ങൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ പറയാം. അപ്പോൾ അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുകയല്ല വേണ്ടത്, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിനെ ഇനി ഒരുപാട് ഉന്നതിയിലേക്ക് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയണ്ടാവില്ല ഈ ഒരു സ്ഥാപനം ഏത് നിലയിലാണ് വന്നതെന്നും ഈ ഒരു സ്ഥാപനം ഇങ്ങനെ ആയിത്തീരാൻ നമ്മളുടെ അംസാക്ക എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടെന്നുള്ളത് നിങ്ങളെല്ലാവരും, നമ്മളുടെ മാനേജറാണ്. മാനേജർ നിങ്ങൾക്കറിയാം, ഏത് സമയത്തും എന്നും ഒന്നരാടെന്ന് പറഞ്ഞ പോലെ സ്കൂളിനെ സന്ദർശിക്കുകയും ഇപ്പോൾ തീരെ വയ്യാത്ത അവസ്ഥയിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ സന്ദർശിക്കുന്ന ഒരു മാനേജറും ഉണ്ടാവില്ല. അംസാക്ക ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ വരികയും മറ്റ് ലാഭങ്ങളൊന്നുമില്ല. ഈ നാട്ടിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ നാട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കണം. ഒരുപാട് എനിക്ക് പറയാനില്ല. അപ്പം നമുക്ക് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പരിപാടിയിൽ സഹകരിക്കുക. അധ്യാപകരോടൊപ്പം ചേർന്ന് ഈ പരിപാടി അവസാനിക്കുന്നവരെ നിൽക്കുക. അധ്യാപകരെ മാത്രമാക്കാതെ PTയോടൊപ്പം എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു.